മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടപടികൾ ഉണ്ടാവുക. കേസിൽ നേരത്തെ ആദ്യ 16 പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, അഭിമന്യു കൊലക്കേസ് കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ച ഒന്നായിരുന്നു. 2014 ഈ കൊലപാതകം നടക്കുന്നത്. ഇപ്പോൾ ഇത് എറണാകുളം സെഷൻസ് കോടതി കേസ് ഏറ്റെടുത്തിരിക്കുന്നു. വിചാരണ ഉടനെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? കഴിഞ്ഞ നമുക്കറിയാം 8 വർഷമായി ഈ കൊലപാതകം നടന്നതിന്. അതിനുശേഷം ഈ കോടതിയിൽ നടക്കുന്ന ഓരോ അവസ്ഥയിലും അല്ലെങ്കിൽ ഈ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയങ്ങളിലെല്ലാം പല പല കാര്യങ്ങളാൽ ഈ പ്രതികൾ അല്ലെങ്കിൽ പ്രതികളുടെ അഭിഭാഷകർ ഈ കേസ് മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന സാഹചര്യമായിരുന്നു. അതിനിടയിൽ വലിയ വിവാദങ്ങളും വലിയ ആരോപണങ്ങളും ഒക്കെ തുടരെയൊക്കെ ഉണ്ടാകുന്ന ഒരു കേസാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കർശനമായിട്ടൊരു നിർദ്ദേശം സെഷൻസ് കോടതിക്ക് നൽകിയിരിക്കുന്നത്. 4 മാസത്തിനുള്ളിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി കർശനമായിട്ടൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ എല്ലാം തന്നെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ കണ്ണുവെട്ടിച്ച് മാസ്ക് ഒക്കെ ധരിച്ചാണ് പ്രതികൾ കോടതിക്കുള്ളിലേക്ക് കയറിയത്. പലതവണ പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അവർ ഹാജരായില്ല. അവർ നൽകിയ വിശദീകരണം അത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ തങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തും എന്ന വിചിത്രമായ വാദമാണ് ഈ പ്രതികൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് തങ്ങൾ കോടതിയിലേക്ക് വരാൻ വൈകിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശിക്ഷാവിധിയുടെ സമയത്ത് എന്തായാലും മാധ്യമങ്ങൾ ഇത് ചിത്രീകരിക്കില്ല, അപ്പോൾ അന്നും നിങ്ങൾ വരില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഉണ്ടായത്. എന്തായാലും പുതിയ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇനി ഇതിന്റെ വിചാരണ നടക്കുക. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കും. അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്നായിരിക്കും ഇതിന്റെ വിചാരണ ആരംഭിക്കുക എന്നത്. എന്തായാലും നേരത്തെ തന്നെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിരുന്നു. പ്രതികളെല്ലാം ആ കുറ്റങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. എങ്കിൽ പോലും ഇനി ഇതിന്റെ വിചാരണയുണ്ട്. ആ വിചാരണയ്ക്ക് ഒടുവിലായിരിക്കും അഭിമന്യു കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ എന്ത് ശിക്ഷയായിരിക്കും കോടതി വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.